ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിലിമ്പിക്ക അച്ചാറാണ്. അതിനു വേണ്ടി കുറച്ച് ചിലിമ്പിക്ക ഉപ്പിലിട്ട് വെച്ച ചിലിമ്പിക്കയാണ്. അത് ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം ചിലിമ്പിക്ക അച്ചാർ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? അപ്പം നമ്മുടെ ചാനൽ അച്ചാർ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിവിടെ ഒരു പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ അച്ചാറിടുമ്പം എപ്പോഴും ഓയിലുകൾ ഉപയോഗിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നാൾ കേടുകൂടാതെ ഇരുന്നോളും. ഞാൻ അതിലോട്ടേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഉലുവയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഞാൻ അതിലോട്ട് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കടുകും ഉലുവയൊക്കെ നന്നായിട്ട് മൂത്ത് പൊട്ടിയിട്ടുണ്ട്. അതിൻ്റെ നല്ലൊരു മണമൊക്കെ ഇവിടെ മൊത്തം വ്യാപിച്ചിട്ടുണ്ട്. ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാണ് അതിട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, കടുക്, ഉലുവ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി നല്ല മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലോട്ടേക്ക് ചിലിമ്പിക്ക ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ഞാൻ കുറച്ച് ചിലിമ്പിക്ക ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നോട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ചിലിമ്പിക്ക് ഒരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ആവശ്യമായ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് ഐസ്ക്രീം സ്പൂണിന് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ വറ്റൽ മുളക് ഞാൻ തന്നെ നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുത്ത പൊടിച്ചതാണത്. ആ പൊടിയാണ് ഇപ്പോൾ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. അതുകൊണ്ട് ഇതധികം എണ്ണയിലോട്ടിട്ട് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നന്നായിട്ട് മൂത്തതിന് ശേഷമാണ് നല്ലോണം ഞാൻ വറുത്ത് പൊടിച്ചെടുത്ത പൊടിയാണിത് കേട്ടോ. അപ്പം ഞാനിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആ പൊടിയെടുത്ത ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം ഞാൻ ഇതിലോട്ടേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ചേ ഉള്ളൂ. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരല്പം വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഈ വിനാഗിരി ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്.
ഉപ്പിലിട്ട ചിലിമ്പിക്ക ആയതുകൊണ്ട് നമുക്ക് ഇതിലോട്ടേക്ക് അധികം ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഒരല്പം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ടേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നീരാണ് ഒഴിച്ചത്. ഉപ്പിൻ്റെ കുറവനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇടേണ്ടത് കുറച്ച് കായപ്പൊടിയാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി കായപ്പൊടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളും അതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യണം. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരുപാട് വെന്ത് പോകാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ അച്ചാറിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല സൂപ്പർ ചിലിമ്പിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.